സുഹൃത്തുക്കളെ, നമ്മുടെ ചോദ്യോത്തരവേള. സന്ദീപ് ടി.കെ. ചോദിക്കുന്നു, ആയിഷ സുൽത്താനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആയിഷ സുൽത്താന എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ചെത്തിലത്ത് ദ്വീപുകാരിയാണ്. എനിക്കവരെ നേരിട്ട് പരിചയമൊന്നുമില്ല. അവരുടെ സിനിമ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത് ഈ പുതിയ ലക്ഷദ്വീപ് വിവാദത്തോടു കൂടിയാണ്. അവർ വളരെ ഭംഗിയായും ശക്തമായും ചാനൽ ചർച്ചകളിൽ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി വാദിക്കുന്ന കേട്ട് എനിക്ക് വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആ സമരത്തിൽ പൂർണ്ണമായും ലക്ഷദ്വീപുകാരുടെ കൂടെയാണ്. പ്രഫുൽ പട്ടേൽ വളരെ അന്യായമാണ് അവിടെ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി യാതൊരു തർക്കമില്ല. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരിയെ പറ്റി ഇപ്പോഴുള്ള വിവാദം എന്താണെന്ന് വിചാരിച്ചാൽ, ലക്ഷദ്വീപിൽ ഭരണകൂടം അഡ്മിനിസ്ട്രേറ്റർ ജൈവായുധം ഉപയോഗിച്ചു എന്നവർ പറഞ്ഞതിനെ പറ്റിയാണ്. ജൈവായുധം ഉപയോഗിച്ചു എന്നവർ പറഞ്ഞത് തെറ്റാണ്, ഒരു സംശയമില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവരൊരു ചാനലിൽ സംസാരിക്കുമ്പോൾ വശാൽ പറഞ്ഞതാണ്. ആ സമയത്ത് അത് തെറ്റാണ് എന്ന് ചോദിച്ചപ്പോൾ അംഗീകരിക്കാനോ പിൻവലിക്കാനോ അവർ തയ്യാറായില്ല. പിന്നീടാണ് അവർക്കത് മനസ്സിലായത്. അവരതിൽ ഖേദം പ്രകടിപ്പിക്കുകയും അത് ആരോപണം പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്ക് പഴയ അവരുടെ പ്രസ്താവന ആധാരമാക്കി രാജ്യദ്രോഹത്തിന് അവരുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. അത് വലിയ അന്യായമാണ് ഗവൺമെൻറ് ആ കേസെടുത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, മനുഷ്യന് തെറ്റുപറ്റും, അവർക്ക് തെറ്റുപറ്റി, അവരത് തിരിച്ചറിയാൻ കുറച്ച് വൈകി, ഇത്രയേ ഉള്ളൂ. അവിടെ സ്വന്തം നാട്ടിലെ ഒരു പൗരാവകാശ പ്രശ്നത്തിന് വേണ്ടി ഒരു രാജ്യത്തെ സ്വതന്ത്ര പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വാക്ക് പറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ ഒരു വളർന്നു വരുന്ന ഒരു സിനിമാ പ്രവർത്തക, അവർ സംവിധായികയാണ്, നടിയാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരാളുടെ നേരെ അത്തരം ഒരു കേസെടുക്കാൻ പാടില്ല. മാത്രമല്ല, അത് അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പകപോക്കൽ മാതിരിയാണ് ഇപ്പോൾ ആ കേസെടുത്തതിനെപ്പറ്റി നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ തെറ്റുപറ്റിയാൽ ഖേദം പ്രകടിപ്പിച്ചാൽ കഴിഞ്ഞല്ലോ. കാരണം അവരാ ആരോപണത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെയാണ്, ലക്ഷദ്വീപുകാരുടെ കൂടെയാണ്. ആയിഷ സുൽത്താനെ പറ്റി ആ കാര്യത്തിൽ എനിക്ക് നല്ല അഭിപ്രായമാണ് എന്നാണ് പറയാനുള്ളത്. എം.എ. മുഹമ്മദ് അസ്ലം ചോദിക്കുകയാണ്, എന്താണ് CPM-ഉം CPI-യും തമ്മിലുള്ള വ്യത്യാസം? ഇവർ രണ്ടായിട്ട് പിരിയാൻ എന്താണ് കാരണം എന്ന്. അത് ഞാൻ ചുരുക്കി പറയാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI എന്നാണ് എൻ്റെ പേര്. അതിൽ ചില ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അഭിപ്രായം ഉണ്ടായി. അവർ കുറച്ചു കാലം ആഗസ്റ്റ് 15-നെ ആപത്ത് 15 എന്ന് വിളിച്ചിരുന്നു. ആഗസ്റ്റ് 15-ന് അവർ കരിദിനമായി ആചരിച്ചിരുന്നു. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോഴും ഒരു അർദ്ധ കോളനിയാണ്. ബ്രിട്ടൻ്റെ കോളനിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യ എന്നുള്ളത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ വലിയൊരു തെളിവാണ് 48-ൽ അവർ കൊണ്ടുവന്ന കൽക്കട്ട തീസിസ്. കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. എന്താ കാരണം വെച്ചാൽ, സായുധ സമരത്തിലൂടെയാണ് ഇന്ത്യയിൽ തൊഴിലാളി വർഗം അധികാരത്തിൽ വരേണ്ടത് എന്നാണ് അതിൻ്റെ താല്പര്യം. അങ്ങനെ അത് വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ചില സമരങ്ങളൊക്കെ നടന്നു, പല അറസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 പാർട്ടി നിരോധിച്ചു വന്നു.
3-4 കൊല്ലം കഴിയുമ്പോഴാണ് പിന്നെ പാർലമെൻ്ററി ഡെമോക്രസി ഒരു വഴിയായിട്ട് അംഗീകരിക്കുന്നു എന്ന് അവർ ഏറ്റുപറഞ്ഞ ശേഷമാണ് നിരോധനം നീക്കിയത്, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഭരിക്കുന്നത് നെഹ്റു ആണല്ലോ. 47 മുതൽ ഏതാണ്ടല്ല കൃത്യമായിട്ട് 17 കൊല്ലം നെഹ്റു ഭരിക്കുകയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട്. അപ്പോൾ ആ നെഹ്റു ഗവൺമെൻറ്റിനോട് അതിൻ്റെ നയങ്ങളോടുള്ള നിലപാട് എന്താവണം എന്നൊക്കെ ഉള്ളതിനെ പറ്റി വലിയ തർക്കമുണ്ടായി. പിന്നെ സ്വാഭാവികമായിട്ട് ഏത് പാർട്ടിയിലും പലതരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു പ്രശ്നം. അപ്പോൾ അന്നത്തെ CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് SA ഡാംഗെയാണ്. അദ്ദേഹം നെഹ്റു ഗവൺമെൻറ്റിനോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായമായിരുന്നു. എന്താ കാരണം വെച്ചാൽ റഷ്യക്ക് അതാണ് അഭിപ്രായം. അപ്പോൾ അവിടെയാണ് ഒരു കാര്യം. കാരണം അന്ന് ശക്തമായ 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഒന്ന് റഷ്യയും ഒന്ന് ചൈനയാണ്. അപ്പോൾ റഷ്യയുടെ വഴി, റഷ്യ ഇന്ത്യയെ അംഗീകരിച്ചു, നെഹ്റുവിനെ അംഗീകരിച്ചു. അപ്പോൾ ആ വഴിക്കാണ് പോകേണ്ടത് എന്നാണ് ഡാംഗയുടെ ഒക്കെ അഭിപ്രായം ഉണ്ടായത്. അപ്പോൾ വേറെ ഒരു കൂട്ടർ ഈ തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങളെ അംഗീകരിക്കാത്ത കൂട്ടരാണ് അന്ന് ചൈന. അവർ സായുധ കലാപത്തിൻ്റെ വഴിയാണ് വഴി, അല്ലാത്തൊന്നും വഴിയല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ 62 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുന്നുണ്ട്, അപ്പോഴൊക്കെ ഇത് മൂക്കുന്നുണ്ട്. അപ്പോൾ 64 ഈ കാര്യം പറഞ്ഞിട്ട് റഷ്യയുടെയും ചൈനയുടെയും വഴികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന കണക്കിലാണ് കുറച്ച് കൂട്ടർ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയോ ഒന്ന് ഇറങ്ങിപ്പോരുന്നു. ആ ഇറങ്ങിപ്പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം VS അച്യുതാനന്ദനാണ്. അങ്ങനെ കേരളത്തിൽ VS അച്യുതാനന്ദൻ, പിന്നെ സ്വാഭാവികമായിട്ട് അന്നത്തെ വലിയ നേതാവ് AK ഗോപാലൻ, പിന്നീട് EMS, അവരൊക്കെ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയായി. CPI എന്ന പാർട്ടി നേരത്തെ മാതൃസംഘടന ഇവിടെ ബാക്കിയായി. അതിലെ നേതാക്കന്മാരായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്ന TV തോമസ്, MN ഗോവിന്ദൻ നായർ തുടങ്ങിയുള്ള ആളുകൾ. അപ്പോൾ അന്നൊരു വലിയ കാര്യം, 57 ഒന്നാമത്തെ EMS മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു KR ഗൗരിയമ്മയും TV തോമസും. അവർ മന്ത്രിമാരായിരിക്കുമാണ് കല്യാണം നടന്നത്. വലിയ വാർത്തയായിരുന്നത്, അതൊരു അഖില ലോക വാർത്തയായിരുന്നു. ഒരു മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ, അവർ നേരത്തെ പ്രേമിച്ചിരുന്നാണ് 2 മന്ത്രിമാരുമായി കല്യാണം കഴിക്കുക എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഗൗരിയമ്മ CPM-ൻ്റെ കൂടെയും TV തോമസ് CPI ആയിട്ട് നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ തമ്മിൽ അകന്നു പോയത്. പാർട്ടിയാണ് പ്രധാനം, കുടുംബമല്ല എന്നൊരു നിലപാടാണ് അന്ന് ഗൗരിയമ്മ എടുത്തത്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനോടുള്ള സമീപനം എന്ത് എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ CPI എന്നും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് എടുക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ടാണ് CPM ഇവരെ വലതുപക്ഷം എന്ന് പലപ്പോഴും ആക്ഷേപിച്ചിരുന്നത്. അപ്പോൾ വലിയ ഉദാഹരണം വെച്ചാൽ ഇവിടെ ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു CPI. അപ്പോൾ അതിൻ്റെ ഉദാഹരണം, അക്കാലത്ത് കേരളം ഭരിക്കുന്ന അച്യുതമേനോൻ, അദ്ദേഹത്തിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ട്. അച്യുതമേനോനാണ് അന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസും CPIയും കൂടിയാണ് അങ്ങനെ സഹകരിച്ചത്. കേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന അത്തരം സഹകരണം. അപ്പോൾ ഒറ്റവാക്ക് പറഞ്ഞാൽ കോൺഗ്രസിനോടുള്ള സമീപനം വലിയ ഒരു പിന്തിരിപ്പൻ നയമാണ്, അതൊരു വലതുപക്ഷ വ്യതിയാനമാണ് എന്നാണ് CPM വിചാരിച്ചത്. CPM ഇപ്പോഴും കേരളത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലൊക്കെ തമിഴ്നാട്ടിലോ ബംഗാളിലോ ഒക്കെ CPM കോൺഗ്രസിനോട് സഹകരിച്ചാണ് ഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു നയം. പിന്നെ അവർ പല സൈദ്ധാന്തിക വശങ്ങളൊക്കെ പറയുന്നുണ്ടാവും, അതൊക്കെ പലതും മനുഷ്യന് മനസ്സിലാവാത്തതാണ്, ചിലതൊക്കെ മനസ്സിലാവും. അതിൻ്റെ വിശദാംശങ്ങൾ അത്രയാണ്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ ഇതിൻ്റെ ഒരു ഫാക്ഷനായിരുന്ന ആൻ്റണി കോൺഗ്രസിൻ്റെ കൂടെ CPM സഹകരിച്ച് കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. പിന്നെ ബംഗ്ലാ കോൺഗ്രസിൻ്റെ കൂടെ സഹകരിച്ചിട്ട് ജ്യോതി ബസുമൊക്കെ ബംഗാളിൽ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അന്നത്തെ ചില കോൺഗ്രസിൽ നിന്ന് വേർതിരിഞ്ഞു പോയ വിമത വിഭാഗങ്ങളാണ്, ഡിസഡൻറ്റ് ഗ്രൂപ്പ്സാണ് ഈ ബംഗ്ലാ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വരുന്നമായിട്ടുള്ളൊരു സംഗതിയാണ് പഴയ ബംഗ്ലാ കോൺഗ്രസ്. അതും അവിടെ കേരള കോൺഗ്രസ് ഒക്കെ ഉള്ള മാതിരി കേരള കോൺഗ്രസിനോടൊക്കെ ഒരു സഹകരിച്ചല്ലോ. കോൺഗ്രസിൻ്റെ ചില രൂപാന്തരങ്ങളാണ് അതൊക്കെ. അതായത് ഇത് പിളരാനുള്ള കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ
കോൺഗ്രസിനോടും നെഹ്റുവിനോടുമുള്ള സമീപനം എന്ത്? അത് അനുകൂല സമീപനമാണ് CPI, പ്രതികൂല സമീപനമാണ് CPM. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയമായ വ്യത്യാസം എന്ന് പറയുന്നത്. ഭരത് രാജീവൻ്റെ ചോദ്യം, രാഷ്ട്രീയ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബഹുസ്വരത എന്നൊരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പോളിഫോണി എന്ന് പറയും, പല ശബ്ദങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സംഗീതത്തിൽ നിന്ന് വരുന്നൊരു വാക്കാത് ബഹുസ്വരത എന്ന് പറയുന്നത്. എന്താണ്? ഒരേ സമയത്ത് പല വാദ്യങ്ങൾ പലമാതിരി വായിക്കുക. തബലയും ഗിറ്റാറും വയലിനും ഒക്കെ വായിക്കും. ആ രീതിയാണ് ബഹുസ്വരത, പോളിഫോണിക് എന്ന് പറയാം. രാഷ്ട്രീയത്തിലോ അത് സംഗീത ശാസ്ത്രത്തിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നൊരു വാക്കാണ് ബഹുസ്വരത. അപ്പോൾ ഇതിൻ്റെ ഇന്ന് നമുക്ക് രാഷ്ട്രീയത്തിൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ ആലോചിച്ചാൽ അറിയാം, ഏകസ്വരത എന്നതാണ് അതിൻ്റെ എതിർപദം, വിപരീത പദം. എന്താണത്? ഒരു മതം മാത്രമേ പാടുള്ളൂ, ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ, ഒരു പാർട്ടി മാത്രമേ പാടുള്ളൂ എന്നുള്ള ഏകാധിപത്യ പ്രവണതയാണ് ഏകസ്വരത എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല. മറ്റെന്താണ്? എല്ലാ മതങ്ങളും ഒരുപോലെ പുലരണം, എല്ലാ പാർട്ടികളും ഒരുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കണം, എല്ലാ അഭിപ്രായ ഭേദങ്ങളും ഒരുപോലെ പുലരണം എന്നുള്ള ഒരു ജനാധിപത്യമാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഏകാധിപത്യമാണ് ഏകസ്വരത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ BJPയോട് യോജിക്കാൻ എന്ന പോലെ വിയോജിക്കാനും, കോൺഗ്രസിനോട് യോജിക്കാൻ എന്ന പോലെ വിയോജിക്കാനും, CPMനോട് യോജിക്കാൻ എന്ന പോലെ വിയോജിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യമുണ്ട്, ഉണ്ടാവണം എന്ന നിലപാടിനെയാണ് എന്ത് പറയുക? ബഹുസ്വരത എന്ന് പറയാം. അപ്പോൾ ജനാധിപത്യത്തിലെ അഭിപ്രായ ഭേദങ്ങൾ ഒരേപോലെ ഒരേ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരേ സൗകര്യത്തോടുകൂടി പുലരുന്ന അവസ്ഥയ്ക്കാണ് ഇന്ന് ബഹുസ്വരത, പോളിഫോണി എന്ന് പറയാം. മുരളി LB ചോദിക്കുകയാണ്, മലയാള ഭാഷയുടെ നിലനിൽപ്പിന് അല്പമെങ്കിലും ഭാഷാ മൗലികവാദം ആവശ്യമല്ലേ? പല വാക്കുകളും ഇപ്പോൾ തന്നെ അന്യം നിന്ന് പോയിട്ടില്ലേ? അപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തമായ പദങ്ങൾ നിലനിർത്തണം എന്ന് പറയുന്നതിനെ അല്ല മുരളി ഭാഷാ മൗലികവാദം എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാണ്, നിങ്ങൾ വൈകുന്നേരം എന്നൊരു വാക്ക് നമുക്ക് പറയാൻ സൗകര്യം ഉണ്ടായിരിക്കെ ഈവനിങ് എന്ന് പറയണ്ടല്ലോ എന്ന് പറയുന്നത് ഭാഷാ മൗലികവാദമല്ല. പിന്നെന്താണ്? ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, നിങ്ങൾ കാറ് എന്നൊരു പുതിയ വാക്ക് വന്നു, പുതിയൊരു ഉപകരണം വരികയാണ്. അപ്പോൾ കാറ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷാണ്, അത് നമ്മൾ പറയില്ല. എന്താണ് അത്? മലയാളം കണ്ടുപിടിച്ചാൽ അല്ലേ പറയണ്ടെന്നുള്ളതായി. ആ തരത്തിൽ മറ്റ് ഭാഷാ പദങ്ങൾ വരുന്നതിനെ യാതൊരു യുക്തിയുമില്ലാതെ എതിർക്കുന്ന ഒരു നിലപാട്. ഇപ്പോൾ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അറബി, പേർഷ്യൻ, ഉറുദു വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ കേട്ടത്. എന്താ കാരണം? അവിടുത്തെ ഹിന്ദിയിൽ എത്രയെങ്കിലും അറബി വാക്കുകളുണ്ട്, ഉറുദു വാക്കുകളുണ്ട്, പേർഷ്യൻ വാക്കുകളുണ്ട്. അത് അവിടുത്തെ മുഗൾ ഭരണകാലത്തോടുകൂടി നൂറ്റാണ്ടുകളായിട്ട് നിലവിലുള്ളൊരു സാധനമാണ്. അതൊക്കെ അരിച്ചു പെറുക്കിയിട്ട് അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് വാക്കുകളൊക്കെ വരട്ടെ, അല്ലല്ല, പ്രശ്നമില്ലല്ല. അതായത് ഇപ്പോൾ നമുക്ക് പുതിയ ആശയങ്ങൾ വരുന്നു, അത് നമുക്ക് മലയാളമാക്കാൻ നോക്കാം. മലയാളമാക്കാൻ പറ്റില്ല, നമുക്ക് പഴയ വാക്കുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് എന്താണ്? അവരെല്ലാ ഭാഷയിൽ നിന്നും വാക്കുകൾ സ്വീകരിക്കും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് മാംഗോ എന്നുള്ള വാക്ക്. അത് മാങ്ങയിൽ നിന്നുണ്ടായതാണെന്ന് ഉറപ്പാണല്ലോ. ജാക്ക് ഫ്രൂട്ട് എന്നുള്ള വാക്ക് അത് ചക്കയിൽ നിന്നുണ്ടായതാണെന്ന് ഉറപ്പാണല്ലോ. പിന്നെ ഓറഞ്ച് എന്നുള്ള വാക്ക് നാരങ്ങയിൽ നിന്നുണ്ടായതാണല്ലോ. അങ്ങനെ ഇപ്പം കഞ്ഞി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ട്. കാരണം അവർക്കില്ലാത്തൊരു ഭക്ഷണ പദാർത്ഥം, അല്ലെങ്കിൽ ഒരു പഴം, അല്ലെങ്കിൽ ഒരു സസ്യം, അല്ലെങ്കിൽ ഒരു വേഷം, അതൊക്കെ അവർ സ്വീകരിക്കും. അങ്ങനെ നമ്മൾ സ്വീകരിക്കണം.
ഈ ഭാഷാ മൗലികവാദം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഭാഷാ മൗലികവാദത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ PO എന്ന് എഴുതുന്നുണ്ട്, വളരെ സൗകര്യം അത്, പോസ്റ്റ് ഓഫീസിലുള്ള ഒരു PO എന്ന് എഴുതുന്നു. അല്ല, അതിൻ്റെ നമ്പറുണ്ട്, പിൻ എന്ന് പറഞ്ഞ് പിൻകോഡ് നമ്പറുണ്ട്, നമ്മൾ പിൻ എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ വെറുതെ നമ്പർ എഴുതും. ഈ കൂട്ടത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതാവുന്നതാണ് ടു എന്ന്, ഫ്രം എന്ന്. അപ്പോൾ മലയാളത്തിൽ പണ്ട് എങ്ങനെയാണ് എഴുതുക? മലയാളത്തിൽ പണ്ട് എഴുതുന്നത്, ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കലക്ടറുടെ സമക്ഷത്തിങ്കിലേക്ക് കോഴിക്കോട് ജില്ല, കോഴിക്കോട് താലൂക്ക്, കക്കാടംശം, കാരശ്ശേരി ദേശത്ത് NC മുഹമ്മദ് മകൻ N മുഹിയുദ്ദീൻ അറിയിക്കുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ആദ്യം ടു എഴുതിയിട്ട് ഫ്രം എഴുതുക എന്ന് നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞത്. ഇപ്പോൾ അതിപ്പോൾ മലയാളീകരിച്ചിട്ട് എന്താണ് അത്, പ്രേക്ഷിതൻ, സ്വീകർത്താവ് നോക്കായി ടു എന്നും ഫ്രം എന്നും എഴുതിയാൽ കഴിഞ്ഞു. അത്ര ലളിതമാണത്. ഇപ്പോൾ ടു എന്ന് എഴുതിയാൽ എന്താ ഇരിക്കട്ടെ. പിന്നെ മറ്റേതൊക്കെ ഇത് സൗകര്യമാണ് പ്രധാനം. ഞാനിപ്പോൾ ടു എന്നും ഫ്രം എന്നും എഴുതുന്ന ആളാണ്. പിന്നെ എനിക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരം എന്ന് പറഞ്ഞാലും ഈവനിങ് എന്ന് പറയില്ല. എന്താ കാരണം? എനിക്ക് മലയാളത്തിൽ പറയാൻ സൗകര്യമുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ തരത്തിൽ അന്യഭാഷാ പദങ്ങളെയോ അന്യഭാഷാ പ്രയോഗങ്ങളെയോ തടഞ്ഞു നിർത്തുന്ന തരത്തിലുള്ള മൗലികവാദം കൊണ്ട് ഭാഷയ്ക്ക് ഒരു ഗുണം ഉണ്ടാവില്ല, ദ്രോഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഫ്രഞ്ച് ഭാഷയിലെ വലിയ കവിയാണ് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിൻ്റെ ഒരു നോവല്, ആ നോവലിൻ്റെ പേര് ലേ മിസറാബിളെ എന്നാണ്. മലയാളത്തിലെ വലിയൊരു കവി പരിഭാഷപ്പെടുത്തി. ആര്? നാലപ്പാട്ട് നാരായണമേനോൻ. വളരെ കൊല്ലം മുമ്പാണ്, 100 കൊല്ലം പോവാ. 1925 പുസ്തകം വന്നു. ആ പുസ്തകത്തിൽ സമ്പന്നനായി പിറന്നു എന്നുള്ളതിന് ഉപയോഗിച്ചുള്ള പ്രയോഗം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു എന്നാണ്. അന്ന് എല്ലാവരും അതിനെ എതിർത്തു. എല്ലാവരും എന്ന് വെച്ചാൽ ഭൂരിപക്ഷം. ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ, വള്ളത്തോൾ തുടങ്ങിയുള്ള ആളുകൾ അത്തരം പരിഭാഷയ്ക്ക് അനുകൂലമായിരുന്നു. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഭാഷാ ശൈലി കിട്ടി, വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു. അങ്ങനെ ഒരുപാട് ശൈലികൾ വരാനുണ്ട്. അപ്പോൾ അത് മലയാളമല്ല, അത് മലയാളത്തിൻ്റെ സ്വത്വവുമായി നിരന്നു പോകുന്നതല്ല എന്നല്ല പറയേണ്ടത്. ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പശു എന്ന് എഴുതാതെ പയ്യ് എന്ന് എഴുതുന്ന ആളാണ്. പയ്യ് എന്ന് എഴുതിട്ട് പയ്യ് എന്ന് എഴുതിയാൽ മതി എന്നാണ് ആരാരുടെ ഒരു നിലപാട്. മനസ്സിലായോ? കാരണം നമ്മൾ പറയുന്നത് പയ്യെന്നാ. പിന്നെ പശു എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ പയ്യെന്ന് മാത്രമല്ല അർത്ഥം, ഏത് മൃഗത്തിനും പശു എന്ന് പറയും. അങ്ങനെയുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തരത്തിൽ നമുക്കൊരു ഒരു 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 തുറസ് വേണം. പുതിയ ആശയങ്ങൾ, പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ ഒക്കെ സ്വീകരിക്കാൻ. ഇപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞങ്ങൾ മലയാളികൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നൊരു വാക്യം ഇന്ന് വളരെ സാധാരണമാണ്. ഞങ്ങൾ മലയാളികൾ അങ്ങനെ വിചാരിക്കുന്നില്ല. പണ്ടാണെങ്കിലോ മലയാളികളായ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറയണം. ഇതെന്താ? ഇത് വി ബ്രിട്ടീഷേഴ്സ് ഡു നോട്ട് തിങ്ക് സോ എന്നുള്ള ഇംഗ്ലീഷ് ശൈലിയുടെ അനുകരണമാണ്. പക്ഷെ വളരെ മലയാളമായിട്ട് തോന്നുന്നുണ്ട്. കണ്ടോ? മലയാളമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതെന്താ? മലയാളത്തിൻ്റെ സ്വത്വവുമായി യോജിച്ചു പോയി. അത് ആയ എന്നുള്ള വാക്ക് പോയി, വാക്യം ഒന്ന് ചുരുങ്ങി, ഒന്ന് മുറുകി. കണ്ടോ? നമുക്ക് പുതിയ ഉപകരണങ്ങൾ വരുന്നു. ഇപ്പോൾ ടെലിഫോൺ വരുന്നു. അപ്പോൾ ടെലിഫോൺ വരുമ്പോൾ നമ്മളതിന് പുതിയ വാക്കുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കത് ഫോൺ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളതിന് ഉപയോഗിച്ച് ശരിയായത് ഫോൺ ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ ഫോൺ വിളിക്കുക. ഫോണുക എന്നൊരു വാക്കില്ല. ഫോണുക എന്ന് പറഞ്ഞൊന്നും മനസ്സിലാവില്ല, നമുക്ക് തമാശ തോന്നും. അപ്പോൾ നമ്മുടെ ഭാഷയുടെ സ്വത്വവുമായിട്ട് അതിൻ്റെ തനിമയായിട്ട് ഒത്തുപോകുന്നൊരു പ്രയോഗമാണ് എന്ത്? ഫോൺ വിളിക്കുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക. കേട്ടോ? അപ്പോൾ അങ്ങനെയാണ് ഭാഷ വളരുന്നത്. ഇപ്പോൾ നമുക്ക് ടെലിഫോൺ വേണ്ടേ, കമ്പ്യൂട്ടർ വേണ്ടേ, നമുക്ക് ഫേസ്ബുക്ക് വേണ്ടേ, വാട്സപ്പ് വേണ്ടേ, ഇതൊക്കെ വേണം. ഇപ്പോൾ വാട്സപ്പ് എന്നുള്ളതിന് നമ്മൾ മലയാളം ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ കാരണം? അത് ലോകം മുഴുവനുള്ളൊരു വാക്കാണ്. അതൊരു ഇംഗ്ലീഷ് വാക്കാണെന്ന് വിചാരിക്കാൻ വയ്യ. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇംഗ്ലീഷ് വാക്കാവുക? അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള എങ്ങനെ ഇംഗ്ലീഷ് വാക്കാവുക? അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അപ്പോൾ അതൊരു പ്രയോഗം നേടും. അപ്പോൾ ലോകം മുഴുവൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ മൗലികവാദമായിട്ടിരുന്നാൽ ഒന്നാമത് നമ്മളതിന് മാറിപ്പോവും.
അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കമ്പ്യൂട്ടറിന് മലയാളം വേണം നമ്മൾ പറയണം. കമ്പ്യൂട്ടറിന് മലയാളം വേണം, അതുപോലെ മലയാളത്തിന് കമ്പ്യൂട്ടറും വേണം. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ സെർച്ച് എൻജിൻ എന്നുള്ളതിന് തിരച്ചിൽ യന്ത്രം എന്ന് മലയാളം ഉണ്ടാക്കിയാൽ മലയാളികൾക്ക് മനസ്സിലാവും, അത് ഉപയോഗിക്കാം. അങ്ങനെ മനസ്സിലാവുന്ന തരത്തിലല്ല ഒരു പ്രയോഗം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണ്, അതിനകത്ത് ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു പ്രയോഗം അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഒരു ടേം എന്തെങ്കിലും ഒന്ന് നമുക്ക് മലയാളം ആയിട്ട് ഉപയോഗിച്ചാൽ ആൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുക. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനോട് ഒരു തുറന്ന സമീപനം സ്വീകരിക്കുകയും അത് കഴിയുന്നത്ര മലയാളീകരണം നടത്തി സ്വീകരിക്കുകയും അത് എന്തെങ്കിലും അസൗകര്യമുള്ളപ്പോൾ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ സിനിമ എന്നുള്ള വാക്ക് പുറത്തു വന്നാണല്ലോ, ഇംഗ്ലീഷാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലോ. നമുക്ക് വാക്കുണ്ട്, ചലച്ചിത്രം എന്നുള്ള വാക്കുണ്ട്, ചലിക്കുന്ന ചിത്രമാണത്, ഒരു തരക്കേടുമില്ല. ഇപ്പം നമ്മളിപ്പം തീവണ്ടി നമുക്ക് പറയാം, നമ്മൾ ട്രെയിൻ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ തീവണ്ടി ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ അല്ലെങ്കിൽ വിമാനം എന്നുള്ള വാക്കുണ്ട്, നമ്മൾ എയറോപ്ലെയിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. കപ്പൽ എന്ന് വാക്കുണ്ട്, നമ്മൾ ഷിപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഉള്ള പദങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പുതിയ വാക്കുകൾ വരുമ്പോൾ അത് മലയാളീകരിക്കാൻ നോക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, അടുത്ത കാലത്തുണ്ടായ ഒരു വാക്ക് സ്പീഡ് ഗവർണർ എന്നുള്ളതിന് വേഗപ്പൂട്ട് എന്നൊരു വാക്ക് നമ്മുടെ പത്രക്കാരുണ്ടാക്കിയതാണ്. ഇതുപോലെ ഒരുപടി ആ തരത്തിലുള്ള ഇപ്പം വിർച്വൽ റിയാലിറ്റി, അതിനുള്ള പത്രക്കാരുണ്ടാക്കിയ വാക്യാണ് പ്രതീതി യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി, നമുക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തപ്പോഴോ അല്ലെ ഉണ്ടായി തീരാത്തപ്പോഴോ ഒക്കെ നമ്മളിപ്പോൾ എന്തൊക്കെ വാക്കുകൾ ഇപ്പം ഉള്ള ഒരു പ്രയോഗം എന്താണ്, കോവിഡ് പോസിറ്റീവായി എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ കോവിഡ് എന്നുള്ളത് മലയാളമല്ല എന്ന് പറയാതിരിക്കാൻ പറ്റും. അല്ലെ കൊറോണ എന്നുള്ള വാക്ക്, അത് ആ രോഗാണുവിൻ്റെ പേരാ കൊറോണ, രോഗത്തിൻ്റെ പേരാ കോവിഡ്. അപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറയാം, അത് പറഞ്ഞാൽ മതി. കോവിഡ് പോസിറ്റീവായി എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ അതും പറയുന്നുണ്ട്. അപ്പോൾ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാൽ മതി, രോഗമുക്തി നേടി എന്ന് പറഞ്ഞാൽ മതി. അത് കോവിഡ് നെഗറ്റീവായി എന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാം. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ അതിനോട് പ്രതികരിക്കുകയും അതിനോട് പ്രതിപ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭാഷ വളരുന്നത്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതാണ് ഭാഷയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുക എന്നാണ് എൻ്റെ അഭിപ്രായം. പെരുമ്പള്ളി അരവിക്കുട്ടി ചോദിക്കുകയാണ്, ബഷീറും മാരാരും തമ്മിൽ തർക്കത്തിലായിരുന്നോ? മാരാർ ബഷീറിൽ സാഹിത്യ ചോരണ കുറ്റം വിമർശനത്തിലൂടെ നടത്തിയിരുന്നോ? ഒരിക്കലുമില്ല. ബഷീർ എന്തെങ്കിലും സാഹിത്യ ചോരണം നടത്തി എന്ന് കുട്ടികൃഷ്ണ മാരാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. മാരാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ബഷീറിനെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ബഷീറിനോട് മാരാരെ പറ്റിയൊക്കെ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. മാരാരും വക്കം അബ്ദുൽ ഖാദറും കൂടി ബഷീറും വക്കം അബ്ദുൽ ഖാദറും കൂടി മാരാരെ കാണാൻ പോയ കഥ ബഷീറിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പുകഴ്ത്തിയ ബാല്യകാല സഖി എന്നുള്ള നോവലിനെ 1944 വന്ന തൻ്റെ നിരൂപണത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്തോളം അതിൻ്റെ അവസാന ഭാഗം നന്നല്ല, അത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വിടുവായുത്തം കേട്ടിട്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാറ്റിയതാവാം എന്ന് മാരാര് വിമർശിച്ചിരുന്നു. ആ വിമർശനം ബഷീർ ഉൾക്കൊണ്ടിരുന്നില്ല, ബഷീറിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ബഷീറിന് മാരാർക്ക് ബഷീറിനോടോ എന്തെങ്കിലും വിരോധം, തർക്കം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബഷീറിൽ സാഹിത്യ ചോരണം ആദ്യം ആരോപിച്ചത് എൻ്റെ അറിവിൽ എം കൃഷ്ണൻ നായരാണ്. അദ്ദേഹം 1962 എൻ്റെ ഓർമ്മ. കൗമുദി ആഴ്ചപ്പതിപ്പിൽ 12 ലക്കത്തിൽ ബഷീറിനെതിരായിട്ട് ഒരു ലേഖന പരമ്പര എഴുതി. അതിൽ പറഞ്ഞിരുന്നത് ബഷീർ ഒന്നും ഒറിജിനലായിട്ടില്ല. അപ്പോൾ ബാല്യകാല സഖി എന്നുള്ള നോവല് ന്യൂട്ട് ഹാംസൻ്റെ വിക്ടോറിയ എന്നുള്ള നോർവീജിയൻ എഴുത്തുകാരനാണ് ന്യൂട്ട് ഹാംസൺ. വിക്ടോറിയ എന്നുള്ള നോവലിൻ്റെ ചോരണമാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. പിന്നീട് പലരും പല തരത്തിലും മതിലുകൾ ആരോപണമെന്നൊക്കെ ആരോപിച്ച ആളുകളുണ്ട്. പിന്നെ കുട്ടികൃഷ്ണ മാരാർക്ക് ഇത് മറ്റേ സാഹിത്യത്തിലുള്ള ചോരണമാണെന്ന് പറയാം. മാരാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. മാരാർക്ക് അറിയുന്നൊരു പ്രധാന ഭാഷ സംസ്കൃതമാണ്, അത് ബഷീറിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുട്ടികൃഷ്ണ മാരാരും ബഷീറും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയും യാതൊരു സാഹചര്യത്തിലുമില്ല. പിന്നെ
ബഷീറിൻ്റെ അടുത്ത് പരിചയം ഉണ്ടായിരുന്നുകൊണ്ട് ബഷീറിന് മാരാരോട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നേരിട്ടറിയാം. ജുനാ ബിയാർ ചോദിച്ചിരിക്കുകയാണ്, ഈ ലവ് ജിഹാദ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണല്ലോ, എന്താണ് കാരശ്ശേരി മാഷക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം? അതുള്ളതാണോ? ലവ് ജിഹാദ് എന്ന് ഒരു പ്രസ്ഥാനം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ആളുകൾ പ്രേമിക്കുന്നില്ലേ? ഉണ്ട്. ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനി മുസ്ലിമിനെ പ്രേമിക്കുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യാനിയെ പ്രേമിക്കുന്നുണ്ട്, ഹിന്ദു മുസ്ലിമിനെ പ്രേമിക്കുന്നുണ്ട്, അതുപോലെ മുസ്ലിം ഹിന്ദുവിനെ പ്രേമിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആണുങ്ങളുടെ മതത്തിലേക്ക് മാറുന്നവരുണ്ട്, പെണ്ണുങ്ങളുടെ മതത്തിലേക്ക് മാറുന്നവരുണ്ട്. അതുള്ളതാ. പിന്നെ മതം മാറാത്തവരാണ് അധികം എന്നാണ് എൻ്റെ ധാരണ. പിന്നെ മതം മാറാൻ വേണ്ടി ആണോ പെണ്ണോ നിർബന്ധിക്കാതെ മാറുന്നവരുണ്ട്, സൗകര്യം വിചാരിച്ച്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ലവ് ജിഹാദ് എന്നുള്ള പ്രശ്നത്തിൻ്റെ ആരോപണമാതിരി തന്നെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവരെ മതം മാറ്റി അവരെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവരുടെ മതപ്രബോധന മതയുദ്ധ പരിപാടിക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാട് ഇല്ലേ കേരളത്തിൽ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിലാണിപ്പോൾ 4 പെൺകുട്ടികൾ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ അവരിവിടുന്ന് പോയതാണ്. അവരെപ്പറ്റി ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അവർ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനിച്ചവരാണ്. അത് 4 അങ്ങനെ 40 ഉണ്ടായിരിക്കാം. അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് ഈ വാദം വന്ന സമയത്ത് അത്തരം 4000 കേസുകളുണ്ട്. ആ 4000 കേസുകളിൽ ഒരു 40 എണ്ണത്തിൻ്റെ വിശദാംശം പോലും പുറത്തു വന്നിട്ടില്ല. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന ആവശ്യാർക്കുള്ളത് ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രവാദികൾക്ക്, ഹിന്ദുത്വക്കാർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, എല്ലാവരും ഇല്ല, ചില ആളുകൾ. അപ്പോൾ അത് ഇവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ധാരണ. പിന്നെ ഞാനീ ഇപ്പോൾ പറയുന്നതല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ലവ് ജിഹാദിനെ പറ്റി ഇല്ല എന്നുള്ളത് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ട് വിസ്തരിച്ച്. ആ ലേഖനം എൻ്റെ പിടക്കോഴി കൂവരുത് എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോഴും കിട്ടും. മാതൃഭൂമി ബുക്സാണ് അത് അടിച്ചത്. അതിൻ്റെ 3ാം പതിപ്പ് ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ പറയുന്നതല്ല, എന്നെനിക്കൊരു തെളിവായിട്ടാണ് ഞാൻ പറയുന്നത്. ബോബി ആരോസ് എന്നുള്ള ഐഡിയിൽ നിന്ന് ചോദ്യം വന്നിരിക്കുകയാണ്. മാഷിൻ്റെ എല്ലാ വീഡിയോകളുടെയും അവസാനം കാണിക്കുന്ന പുഴയും വെള്ളവും അത് ഇരുവഞ്ഞിപ്പുഴയാണോ? എന്താണ് മാഷിന് അങ്ങനെ വെക്കാൻ തോന്നാൻ കാരണം? തീർച്ചയായിട്ടും അത് ഇരുവഞ്ഞിപ്പുഴയാണ്. അവിടുത്തെ ഒരു തോണിയാണ്. ഇവിടെ ഞങ്ങൾ വഞ്ചി എന്ന് പറയില്ല, തോണി എന്ന് ഞങ്ങൾ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോകളുടെ ഒരു വിരാമചിഹ്നമായിട്ട്, ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് അങ്ങനെ വെക്കാൻ ഞാൻ തീരുമാനിച്ച. എന്താ കാരണം വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എൻ്റെ ഉമ്മയാണ്. അത് കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് വികാരമുള്ള ഒരു സംഗതിയാണ് ഇരുവഞ്ഞിപ്പുഴ. എൻ്റെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു പുസ്തകമാണ് തിരഞ്ഞെടുത്ത സാഹിത്യ ലേഖനങ്ങൾ. അത് കേരള സാഹിത്യ അക്കാദമി അടിച്ചതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് PK ദയാനന്ദൻ എഡിറ്റ് ചെയ്തതാണ്. ആ പുസ്തകം ഞാൻ സമർപ്പിച്ചത് ഇരുവഞ്ഞിപ്പുഴയ്ക്കാണ്. കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് അതിൻ്റെ തീരത്ത് വളർന്നവനും അതിൽ കളിച്ചവനും കുളിച്ചവനുമാണ്. ഇപ്പോഴും ഞാൻ ഒരിക്കലും വേറെ എവിടെയും ഒരു വീടുണ്ടാക്കാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ കാരശ്ശേരിയിലാണ് വീടുണ്ടാക്കിയത്. ഒരുമാതിരി എല്ലാ കാലത്തും ഞാൻ കാരശ്ശേരിയിലാണ് താമസിച്ചത്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയുള്ളപ്പോൾ മിക്ക സമയത്തും ഞാൻ ഇവിടുന്ന് 55 കിലോമീറ്റർ യാത്ര ചെയ്താൽ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. 30 കിലോമീറ്റർ മുക്കത്തുനിന്ന് കോഴിക്കോട്ടേക്കും, അവിടുന്ന് പിന്നെ 23 കിലോമീറ്റർ യൂണിവേഴ്സിറ്റിയിലേക്കും. അങ്ങനെ എല്ലാം കൂടി ഇവിടുന്ന് 32 കിലോമീറ്റർ, എല്ലാം കൂടി 55 കിലോമീറ്റർ. അത് തിരിച്ച് 55. ഞാൻ യാത്ര ചെയ്തത് 110 കിലോമീറ്റർ. എന്തിനാണ്? എനിക്ക് നാട്ടിൽ താമസിക്കുന്ന വെച്ചാൽ. അങ്ങനെ എൻ്റെ ഈ കാരശ്ശേരി എന്നുള്ള പ്രദേശത്തോടും അതിലൂടെ ഒഴുകുന്ന ഇരുവഞ്ഞിപ്പുഴയോടും പൊതുവെ പുഴകളോടും പ്രകൃതിയോടൊക്കെ വലിയ വൈകാരിക ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ആ ഇരുവഞ്ഞിപ്പുഴയും അതിലൂടെ നീങ്ങുന്ന ഒരു തോണിയും
ചെറിയൊരു ഫോട്ടോ അതിൽ വെച്ചത്.